അയ്യോ പ്ലീസ് അയൺ മാൻ നീ എൻ്റെ ജോലി കളയല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇനി ഞാൻ നന്നായി എടുത്തോളാം ജോലികളൊക്കെ. ഇല്ല ഹൽക്കെ, ഇല്ല ഹൽക്കെ, നിന്നെ പോലെയുള്ള ഒരാള് ഇനി ഈ ടീമിൽ വേണ്ട. അയ്യോ പ്ലീസ് അയൺ മാൻ അങ്ങനെ പറയല്ലേ പ്ലീസ് പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇവിടെ ജീവിക്കുക പ്ലീസ് പ്ലീസ്. എനിക്കാകെ പൈസ കിട്ടുന്ന ഇതിലൂടെ മാത്രമാണ്. പ്ലീസ് പ്ലീസ് എന്നെ ടീമിൽ നിന്ന് കിക്കാകല്ലേ പ്ലീസ്. ഇല്ല ഹൽക്കെ, നീ നിന്റെ കാര്യം നോക്കിക്കോളൂ. ഷടാ പോയോ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഗൈസ് എൻ്റെ ജോലി? ചേടാ ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുക? എനിക്കൊരു വഴിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ജാക്കിനോട് തന്നെ ചോദിക്കാം എന്തെങ്കിലും ജോലി കിട്ടുമോന്ന്. എനിക്കും വേണ്ടേ ഗൈസ് ജീവിക്കാൻ പൈസ. അപ്പോ എനിക്ക് എന്തെങ്കിലും ജാക്ക് ജോലി തരും. ജാക്കേ. ഇതാരേ? ഹൽക്കോ? അതെ ജാക്കേ, ഞാനേ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കാണ്. നിനക്ക് പ്രശ്നമോ? എന്ത് പ്രശ്നോടാ? അതെ, എന്നെ ആ അയൺമാനെ അവരുടെ ടീമിൽ നിന്ന് കിക്കാക്കി. എന്ത്? നീ അപ്പൊ സൂപ്പർ ഹീറോന്റെ ടീമിലല്ലേ ഇപ്പോ? അല്ല, അവരെന്നെ കിക്കാക്കി. ഷടാ അതെന്താണ്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്നെ കിക്കാക്കി. ഇപ്പോ എനിക്കൊരു ജോലിയില്ല, പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്യും ഇനി? ഷടാ അത് വല്ലാത്ത കഷ്ടായി പോയല്ലോ. അപ്പോ ജാക്കേ, നീ എന്തെങ്കിലും ഇതിന് പ്രതിവിധി പറഞ്ഞാടാ. എന്നാ നീ ഒരു പാനിപൂരി കട തുടങ്ങടാ. പാനിപൂരി കടയോ? നീയും എന്നെ പുച്ഛിക്കാണല്ലേ? പുച്ഛിച്ചതൊന്നും അല്ലടോ, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ശരി. അങ്ങനെ ജാക്കും എന്നെ പുച്ഛിച്ച്. ജാക്കായിരുന്നു എൻ്റെ ഏക പ്രതീക്ഷ. പക്ഷേ അവൻ പറഞ്ഞ പാനിപൂരി കട അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പാനിപൂരി കട ഇട്ടാലും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്തല്ലോ ഗൈസ്, നമുക്ക് ഒരു പാനിപൂരി കട തുടങ്ങിയാലോ? അതന്നെ ഗൈസ്, നമുക്ക് പാനിപൂരി കട തുടങ്ങാം കേട്ടോ. യെസ് ഗൈസ്, അപ്പൊ ഞാൻ ഇന്നൊരു പാനിപൂരി കട തുടങ്ങാനുള്ള പ്ലാന് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നൊരു പാനിപൂരി ഉണ്ടാക്കുന്ന ഒരു ആളാണ് ഈ സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ പാനിപൂരിയുടെ ഒരു ട്രോളി വേണമല്ലോ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രോളി ആരൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ കാർ ഷോറൂമിൽ ആ ചേട്ടൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതെ ചേട്ടാ. എന്താടാ? അതെ, പിന്നെണ്ടല്ലോ എനിക്ക് അന്ന് ചേട്ടൻ കാണിച്ച മറ്റേ ഇതുണ്ടല്ലോ, ഒരു പാനിപൂരിന്റെ ആ ഷോപ്പിന്റെ ആ ഒരു സാധനം. അത് ഇപ്പൊ വേണോ? എനിക്കിപ്പോ അത് അത്യാവശ്യമാണ്, പെട്ടെന്ന് കിട്ടുമോ? അതിനെന്താ ഹൽക്കെ, ഞാൻ എനിക്കത് തരാമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് നിങ്ങൾ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് എന്നെ സഹായിക്കുക ഗൈസ്. ഓക്കെ ചേട്ടാ, അതെന്തായാലും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് അവര് ചെയ്തോളൂ. ഓക്കേടാ, അപ്പൊ എന്തായാലും ഇതാ പുറത്ത് ഞാൻ ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ പോയി നോക്കിക്കോട്ടോ. ഓക്കെ ചേട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ചേട്ടന് നമുക്ക് വേണ്ടിയിട്ട് പാനിപൂരിന്റെ ആ സാധനമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനത് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് ആ സാധനം ഉള്ളത്. ഇതെന്താണ് ഗൈസ് ഇത്രക്ക്? ഇത് ഭയങ്കര വലുതാണല്ലോ. ഷടാ, ഇത് എന്നെക്കാളും വലുതോ? എന്താണിത്? ഷടാ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇത് ഭയങ്കര വലുതായി പോയിട്ടോ. ഞമ്മക്ക് അത് പ്രശ്നമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുത്താ പോരെ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചെങ്കിൽ ഇത് നമുക്ക് ഓട്ടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ പാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് കൊണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പോയാണ്. ഓക്കെ, അവിടെ ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹൽക്കിന്റെ പാനിപൂരി കച്ചവടം തുടങ്ങാണ്. ഓക്കെ, ഇനി നല്ല ഉഷാറ് കച്ചവടം നടത്തണം ഗൈസ്. അപ്പൊ എൻ്റെ കച്ചവടം നടത്തുന്ന സ്ഥലം എന്ന് വെച്ചെങ്കിൽ ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് എൻ്റെ പാനിപൂരി കട ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ജാക്കിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് കട. ഓക്കെ, സോ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഹൽക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് എന്തായാലും പാനിപൂരി വേണമായിരുന്നു. നീ എന്താടാ പുതിയ കട തുടങ്ങിയോ? ഇതെന്റെ പുതിയ കടയാണ്. എന്തായാലും നീ നമുക്ക് പാനിപൂരി എടു. ഓക്കെ, ഇതാ നിങ്ങളെ പാനിപൂരി പ്ലേറ്റ്സ്. ഓക്കേടാ, എന്തായാലും നിന്റെ പാനിപൂരി അടിപൊളിയായിട്ടോ. ഓക്കെ, താങ്ക്സ്. ഓക്കേടാ. അപ്പൊ ഗൈസ് നമ്മളെ പാനിപൂരി കട കുറച്ചൊക്കെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നമ്മളെ കടയിലായിരിക്കും ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം. ഓക്കെ, ആരും തിരക്ക് പിടിക്കരുത്, എല്ലാവരും ലൈനിൽ നിന്ന് വാങ്ങാം. ഓക്കെ നീ പെട്ടെന്ന് കൊടുക്കാൻ നോക്ക്. ഓക്കെ. അപ്പൊ ഇന്നാ ചേട്ടാ, നിങ്ങൾ ചോദിച്ച പാനിപൂരി. ഇതാ നിന്റെ പാനിപൂരി. ഇന്നാ ചേട്ടാ പാനിപൂരി. ഇന്നാ ചേട്ടൻ ചോദിച്ച പാനിപൂരി. ചേട്ടന്റെ പാനിപൂരി റെഡി കേട്ടോ. അയ്യോ ഗൈസ്, നമ്മളെ കട ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കായി ഗൈസ്. ഓക്കെ, ആദ്യത്തെ ലൈൻ കഴിഞ്ഞു. ഇപ്പതാ പുതിയ ആൾക്കാരെ കൂട്ടം ഗൈസ്. ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ പാനിപൂരി എടുത്ത് കൊടുക്കണം. ഓക്കെ, എന്താണ് ഗൈസ് ഇത്ര ബഹളം? ഭയങ്കര ബഹളാണല്ലോ. അതെന്താണ് ഗൈസ്? അതെന്ത് കടയാണ്?
ഓ എൻ്റെ വീടിന് മുമ്പിൽ പുതിയ കടയോ? ഭയങ്കര തിരക്കാണല്ലോ അവിടെ. ആരാടാ എൻ്റെ വീടിന് മുമ്പിൽ പുതിയ കടയിട്ടത്? വീട് ഭയങ്കര തിരക്കാണല്ലോ. ഓ ഇത് ഹൽക്കിന്റെ ആയിരുന്നോ? എടാ ഹൽക്കേ. ആ ജാക്കേ, താങ്ക് യു ട്ടോ. എന്തിന്? ആ നീയല്ലേ പറഞ്ഞത് പാനിപൂരി കടയിടാൻ. ഓഹോ, അപ്പൊ നീ പാനിപൂരി കടയിട്ടതാണല്ലേ? ആടാ ജാക്കേ, ഇപ്പോ എന്റെ കച്ചവടം ഭയങ്കര കച്ചവടാട്ടോ. ഓഹോ അങ്ങനെയാണല്ലേ. എന്തായാലും കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നല്ലേ? ആടാ, ഇനിയിപ്പോ എനിക്ക് ഈ പൈസ മാത്രം മതി കേട്ടോ. ഓ ശരി ശരി. ഹൽക്കൊരു പാനിപൂരി കടക്കാരനായിരിക്കാണ് ഗൈസ്. ഓക്കെ. പാനിപൂരി കടയോ? ആ എന്തായാലും ഒരു പാനിപൂരിയൊക്കെ തിന്നണമെന്ന് കുറെ ആയി ഞാൻ ആഗ്രഹിക്കുന്നു. ഷടാ, ഇതാ ഹൽക്കിന്റെ പാനിപൂരി കടയാണോ? എന്നാ വേണ്ട ഗൈസ്, അവൻ എന്നാലും ഈ പാനിപൂരി കട നടത്താൻ പാടില്ല ഗൈസ്. ഞാൻ ഇതിനെ നശിപ്പിക്കാൻ പോവാണ് കേട്ടോ. എന്നാ പിടിച്ചോ, പാനിപൂരി കടക്ക് തീ പിടിച്ചേ. യെസ്. ഇതെന്താണ്? അയ്യോ, എന്റെ ആൾക്കാരൊക്കെ പോയോ? എന്റെ പാനിപൂരി കട. ഷടാ, ഇതാരാണ്? ഇതെന്താണ് സംഭവം? എന്താണ്? ആരാണ് ഇങ്ങനെ ചെയ്തത്? ഓഹോ, റെഡ് ഹൽക്ക്, നീ വീണ്ടും വന്നല്ലേ? എന്നാലും എന്റെ പാനിപൂരി കട. റെഡ് ഹൽക്കേ, ഞാൻ ദാ വരുന്നടാ. എടാ ജാക്കേ. എന്താൽക്കേ, എന്താണ്? അതെ ജാക്കേ, ആ റെഡ് ഹൽക്ക് വന്ന് എന്റെ പാനിപൂരി കട നശിപ്പിച്ചു. അതെയോ? അതിപ്പം അതിപ്പോ നടന്നതേ ഉള്ളൂ. നമുക്കെന്തായാലും അവനെ വീണ്ടും തോൽപ്പിക്കാൻ സമയമായിരിക്കുന്നു കേട്ടോ. അതെ ജാക്കേ, എന്തായാലും നമുക്ക് തോപ്പിക്കണം എന്റെ പാനിപൂരി കട. സാരില്ലടാ, നമുക്ക് ഒന്ന് വീണ്ടും തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ പാനിപൂരി കടയുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹൽക്കിൻ്റെ പാനിപൂരി കട റെഡ് ഹൽക്ക് നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൽക്ക് എന്തൊക്കെയോ പണിയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും തരുബൈ. സബ്സ്ക്രൈബിലേക്ക് ചെയ്യാം. ഓക്കെ.